ഡിയർ സ്റ്റുഡൻസ്, മാനേജർ എക്കണോമിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി എല്ലാവരും വെൽക്കം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ്. അപ്പോൾ അതിൻ്റെ പരമാവധി ആൻസറുകൾ സഹിതമാണ് നമ്മൾ ഈ ഡിസ്കഷൻ നടത്തുക. മാനേജർ എക്കണോമിക്സിൻ്റെ എല്ലാ മൊഡ്യൂൾസും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സുകൾ എടുത്തിരുന്നു. ഒപ്പം തന്നെ മൊഡ്യൂളുകൾ തിരിച്ച് ഷോർട്ടായിട്ട് എക്സാം റിവിഷന് വേണ്ടിയും ക്ലാസ്സുകൾ ചെയ്തിരുന്നു. അപ്പോൾ അത്തരം ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഏതൊരു എക്സാമിനും കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്കിലും ഔട്ട് ഓഫ് സിലബസ് വരാറുണ്ട്. അപ്പോൾ അത് നമുക്ക് എല്ലാ എക്സാമിനും പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെ വന്നില്ല എങ്കിൽ നമ്മുടെ ഭാഗ്യം എന്ന് ഓർക്കുക. അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് ചോയ്സുകൾ ഉള്ളതുകൊണ്ട് ബാക്കിയുള്ള പോർഷൻസിൽ നമുക്ക് എടുക്കുകയും ചെയ്യാം. അതുകൊണ്ട് അത് അത്ര വലിയ പ്രോബ്ലം അല്ല, ബാക്കിയെല്ലാം നമ്മൾ പഠിച്ചിരിക്കുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വരുന്ന എക്സാമിൽ വിജയങ്ങൾ ആശംസിക്കുന്നു. നന്നായിട്ട് തന്നെ പഠിച്ച് പരീക്ഷ എഴുതുക. പരീക്ഷ എഴുതിയതിന് ശേഷം എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ളത് ഏതെങ്കിലും ഒരു വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ആദ്യത്തേത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഒന്നാമത്തത് വാട്ട് ആർ ദി മേജർ ഫീച്ചേഴ്സ് ഓഫ് ഗ്രോത്ത് ഡെഫിനേഷൻ ഓഫ് എക്കണോമിക്സ് എന്നുള്ളതാണ്. അത് എക്കണോമിക്സിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഡെഫിനേഷൻസ് നമ്മൾ കണ്ടിരുന്നു. വെൽത്ത് ഡെഫിനേഷൻ ഉണ്ട്, വെൽഫെയർ ഡെഫിനേഷൻ ഉണ്ട്, സ്കേഴ്സിറ്റി ഡെഫിനേഷൻ ഉണ്ട്, മോഡേൺ ഡെഫിനേഷൻസ്. അതിൽ മോഡേൺ ഡെഫിനേഷനിൽ ജെഎം കെയ്ൻസിൻ്റെയാണ് മോഡേൺ ഡെഫിനേഷനായിട്ട് അറിയപ്പെടുക. അതുകൂടാതെ പുതിയ മോഡേൺ ഡെഫിനേഷനിൽ തന്നെ പെടുന്നത് ഗ്രോത്ത് ഡെഫിനേഷനാണ്, പ്രൊഫസർ സാമുവൽസൻ്റെ. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഡെഫിനേഷൻ നിങ്ങൾക്ക് പഠിച്ചു വയ്ക്കാം. അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഡെഫിനേഷൻ അല്ല, അതിൻ്റെ ഫീച്ചേഴ്സാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഗ്രോത്ത് ഡെഫിനേഷൻ എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതാം. 2 മാർക്കിൻ്റെ ആയതുകൊണ്ട് അതിൻ്റെ ഫീച്ചേഴ്സ് മാത്രം എഴുതിയാലും മതി. മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഗ്രോത്ത് ഡെഫിനേഷൻ ആർ ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഈവൻ ഇൻ ബാർട്ടർ ഇക്കോണമി. ബാർട്ടർ ഇക്കോണമിയിൽ പോലും ഇത് ആപ്ലിക്കബിൾ ആണ്, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ദി ഇൻക്ലൂഷൻ ഓഫ് ടൈം എലമെൻറ്റ് മേക്സ് ദ സ്കോപ്പ് ഓഫ് എക്കണോമിക്സ് ഡൈനാമിക്. അപ്പോൾ ടൈം എലമെൻ്റ് കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് അത് എക്കണോമിക്സിനെ കൂടുതൽ ഡൈനാമിക് ആകുന്നു. അതായത് പെട്ടെന്ന് ചേഞ്ച് അനുസരിച്ച് നമുക്ക് അഡാപ്റ്റബിൾ ആക്കി തീർക്കുന്നു. ആൻഡ് ഇറ്റ് ഈസ് ആൻ ഇംപ്രൂവ്മെൻറ്റ് ഇൻ സ്കേഴ്സിറ്റി ഡെഫിനേഷൻ. സ്കേഴ്സിറ്റി ഡെഫിനേഷൻ്റെ ഒരു ഇംപ്രൂവ്ഡ് വേർഷനാണ് ഗ്രോത്ത് ഡെഫിനേഷൻ. ഇതൊക്കെയാണ് ഈ ഗ്രോത്ത് ഡെഫിനേഷൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയാൻ സാധിക്കുക. രണ്ടാമത്തത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്താണെന്നുള്ളതാണ്. ശരിക്കും നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ അല്ലെങ്കിൽ നമ്മുടെ സിലബസിന് ഉള്ളിൽ നിൽക്കുന്ന ഒരു കാര്യമല്ലെങ്കിൽ പോലും ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ചോദിച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഹ്യൂജ് എക്സ്പെൻസസ് ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ ദ ബെസ്റ്റ് റിട്ടേൺസ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഹ്യൂജ് എക്സ്പെൻസുകൾ, ചിലവുകൾ വരുന്ന നമ്മുടെ അത്രയും ചിലവുകൾ നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ട് ഇതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുക. ഇറ്റ് അലോസ് യു ടു അസസ് ആൻഡ് റാങ്ക് ദ വാല്യൂ ഓഫ് പ്രൊജക്ട്സ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ദാറ്റ് റിക്വയർ എ ലാർജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് നമുക്ക് ധാരാളം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമായിട്ടുള്ള ഒന്നിൽ കൂടുതൽ പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഏറ്റവും കൂടുതൽ റിട്ടേൺ നൽകുന്ന ഒരു പ്രൊജക്റ്റ് നമ്മൾ തിരഞ്ഞെടുക്കുന്നു അല്ലേ. അപ്പം അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ അതിനുവേണ്ടി നടത്തുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്ത ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ലോ ഓഫ് ഡിമാൻഡ് എന്നുള്ളതാണ്. ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമുക്കില്ലെങ്കിൽ പോലും ലോ ഓഫ് ഡിമാൻഡ് എന്താണെന്നുള്ളത് ടെക്സ്റ്റിൽ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ലോ ഓഫ് ഡിമാൻഡ് ഷോസ് ദ റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ നമുക്ക് മാർക്കറ്റിലെ കമ്മോഡിറ്റികളിൽ അതിൻ്റെ പ്രൈസും ക്വാണ്ടിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് ലോ ഓഫ് ഡിമാൻഡ് പറയുന്നത്. ഇൻ ദി വേർഡ്സ് ഓഫ് മാർഷൽ, ഇതാണ് ലോ ഓഫ് ഡിമാൻഡ്. ദ എമൗണ്ട് ഡിമാൻഡ് ഇൻക്രീസസ് വിത്ത് എ ഫാൾ ഇൻ പ്രൈസ് ആൻഡ് ഡിമിനിഷൻ വിത്ത് എ റൈസ് ഇൻ പ്രൈസ്. അതായത് വില കുറയുന്നതനുസരിച്ച് ഡിമാൻഡ് കൂടുന്നു, അതുപോലെ തന്നെ വില കൂടുന്നതനുസരിച്ച് റൈസ് ഇൻ പ്രൈസിനനുസരിച്ച് വില ഡിമിനിഷ് ചെയ്യുന്നു, കുറയുന്നു. അതാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അടുത്തത് വാട്ട് ഈസ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ദ ടെൻഡൻസി ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ടു കൺസ്യൂമർ ആസ് ഹി കൺസ്യൂംസ് മോർ ആൻഡ് മോർ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഈസ് നോൺ ആസ് ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി അല്ലേ. അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് തന്നെ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന യൂട്ടിലിറ്റി എന്ന് പറയുന്നത് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി പറയുക. ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ആഫ്റ്റർ കൺസ്യൂമിങ് എ സർട്ടൻ എമൗണ്ട് ഓഫ് ഗുഡ് ദ മാർജിനൽ യൂട്ടിലിറ്റി ഫ്രം ഇറ്റ് ഡിമിനിഷൻസ് ആസ് മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ആർ കൺസ്യൂംഡ്. നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റുകൾ നമ്മൾ ഒരേ പ്രൊഡക്റ്റുകൾ തന്നെ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അഡീഷണൽ ആയിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി അത് കമ്പാരിറ്റീവ്ലി കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി സൂചിപ്പിക്കുന്നത്. അടുത്ത വാട്ട് യു മീൻ ബൈ എക്സ്ചേഞ്ച് റേറ്റ് പോളിസി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്ചേഞ്ച് റേറ്റ് പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് റേറ്റ് പോളിസി ഇൻവോൾവ്സ് ചൂസിങ് ആൻ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആൻഡ് ഡിറ്റർമൈനിങ് ദ പർട്ടിക്കുലർ റേറ്റ് അറ്റ് വിച്ച് ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ വിൽ ടേക്ക് പ്ലേസ്. അപ്പോൾ നമ്മളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റംസ് ഉണ്ടല്ലേ. പാർ വാല്യൂ സിസ്റ്റം, പെഗ്ഡ് റെജീം, മാർക്കറ്റ് ബേസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ്, ലിബറലൈസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം LERMS അല്ലേ, മാർക്കറ്റ് ബേസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. ഇപ്പോൾ 1993 മുതൽ ഇപ്പോൾ വരെയുള്ള ആ ഒരു എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം നമ്മൾ ചൂസ് ചെയ്യുന്നതാണ് എക്സ്ചേഞ്ച് റേറ്റ് പോളിസി എന്ന് പറയുന്നത്.
ആൻഡ് ഡിറ്റർമൈനിങ് ദ പർട്ടിക്കുലർ റേറ്റ് അറ്റ് വിച്ച് ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ വിൽ ടേക്ക് പ്ലേസ്. ഇപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ നമ്മുടെ റുപ്പിക്ക് തുല്യമായിട്ടുള്ള ആ ഒരു എക്സ്ചേഞ്ച് റേറ്റ്, ആ വില കണ്ടുപിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നു. അതിനാണ് എക്സ്ചേഞ്ച് റേറ്റ് പോളിസി എന്ന് പറയുന്നത്. അടുത്ത വാട്ട് ഈസ് കൺസെപ്റ്റ് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി നമ്മളൊരു വീഡിയോ ക്ലാസ് ചെയ്തതാണ്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആർ ദി ലീഗൽ റൈറ്റ്സ് ദാറ്റ് കവർ ദ പ്രിവിലേജസ് ഗിവൺ ടു ഇൻഡിവിജ്വൽ who are the owners and inventors of a work and have created something with intellectual creativity. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്തൊരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള ആ ഒരു അവകാശത്തെയാണ്, അവർക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അവകാശം നമ്മൾ കൊടുക്കുന്നതിനെയാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി റൈറ്റ്, ഒപ്പം തന്നെ കോപ്പി റൈറ്റ്, പേറ്റന്റ്, ട്രേഡ് മാർക്ക്, ഇതെല്ലാം ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിന്റെ ഭാഗമാണ്. അടുത്ത സ്റ്റേറ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാർഡിനൽ യൂട്ടിലിറ്റി തിയറിയുടെ ഇമ്പോർട്ടൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ കാർഡിനൽ യൂട്ടിലിറ്റി ഇംപ്ലൈസ് ദാറ്റ് എ പേഴ്സൺ ക്യാൻ കമ്പയർ യൂട്ടിലിറ്റീസ് ഡിറൈവ്ഡ് ഫ്രം ഗുഡ്സ് ഇൻ റെസ്പെക്ട് ഓഫ് സൈസ്, ദാറ്റ് ഈസ് ഹൗ മച്ച് വൺ ലെവൽ ഓഫ് യൂട്ടിലിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ അനദർ. ഇപ്പോൾ കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ് ക്വാണ്ടിറ്റേറ്റീവ്ലി എന്നുള്ളതാണ് അല്ലേ. അതായത് ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് കിട്ടുന്ന അതിൻ്റെ ആ ഒരു മൂല്യം അത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് കാർഡിനൽ യൂട്ടിലിറ്റി സൂചിപ്പിക്കുക. അതായത് യൂട്ടിലിറ്റീസ് തമ്മിൽ, രണ്ട് പ്രൊഡക്റ്റുകളുടെ യൂട്ടിലിറ്റീസ് തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട് ഏത് ഗുഡ്സ് ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ യൂട്ടിലിറ്റി കിട്ടുന്നത്, അതാണ് നമുക്ക് കൂടുതൽ താല്പര്യമുള്ള പ്രൊഡക്റ്റ് എന്ന രീതിയിൽ നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ദ ഐഡിയ ഓഫ് കാർഡിനൽ യൂട്ടിലിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ് ടു റാഷണൽ ചോയ്സ് തിയറി. അപ്പോൾ റാഷണൽ ആയിട്ട് ഒരു പ്രൊഡക്റ്റ്, യുക്തിപരമായിട്ട് ചിന്തിച്ചൊരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്ന ആ ഒരു തിയറിയിൽ ഈ കാർഡിനൽ യൂട്ടിലിറ്റി തിയറിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ദി ഐഡിയൽ കൺസ്യൂമേഴ്സ് ആക്കുക. ദി ഐഡിയൽ കൺസ്യൂമേഴ്സ് മേക്ക് ഒപ്റ്റിമൽ ചോയ്സ് ടു ദി മാക്സിമൈസ് ദിയർ യൂട്ടിലിറ്റി. അപ്പോൾ ഇവിടെ ഒരു ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്ന ഒരു കൺസ്യൂമർ അവരുടെ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി ആണ് ശ്രമിക്കുന്നത് അല്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഈ കാർഡിനൽ യൂട്ടിലിറ്റി തിയറിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് കാർഡിനൽ യൂട്ടിലിറ്റി തിയറിയുടെ സിഗ്നിഫിക്കൻസ് ആണ്. അടുത്ത വാട്ട് യു മീൻ ബൈ ഇൻഡിഫറൻസ് ഷെഡ്യൂൾ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഇൻഡിഫറൻസ് കർവ് നിർമ്മിക്കുന്നത് ഇൻഡിഫറൻസ് ഷെഡ്യൂളിൽ നിന്നായിരുന്നു. നമ്മളതിൻ്റെ ഒരു ഷെഡ്യൂളൊക്കെ വരച്ച് അതിൻ്റെ കർവുകൾ വരയ്ക്കുന്നത് നമ്മൾ കണ്ടതാണ് അല്ലേ. ആൻഡ് ഇൻഡിഫറൻസ് ഷെഡ്യൂൾ ഈസ് എ ലിസ്റ്റ് ഓഫ് വേരിയസ് കോമ്പിനേഷൻസ് ഓഫ് കമ്മോഡിറ്റീസ് ദാറ്റ് ഗിവ് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ഓർ യൂട്ടിലിറ്റി ടു കൺസ്യൂമേഴ്സ്. അപ്പോൾ രണ്ട് കമ്മോഡിറ്റികളുടെ വേരിയസ് കോമ്പിനേഷൻസ്, പല കോമ്പിനേഷൻസ്, അതിൽ എല്ലാ കോമ്പിനേഷൻസ് എടുത്തു കഴിഞ്ഞാലും ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഈക്വൽ യൂട്ടിലിറ്റി ആയിരിക്കും കൺസ്യൂമേഴ്സിന് കിട്ടുക. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ടേബിളിനെയാണ് നമ്മൾ ഇൻഡിഫറൻസ് ഷെഡ്യൂൾ എന്ന് പറയുക. ഈ ഷെഡ്യൂളിൽ നിന്നാണ് നമ്മൾ ഇൻഡിഫറൻസ് കർവ് വരയ്ക്കുക അല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരണം കണ്ടതാണ് അല്ലേ. ഇതേ രീതിയിൽ ഇൻഡിഫറൻസ് ഷെഡ്യൂൾ ഇതാണ്. ഇതിൽ നിന്ന് നമ്മൾ ഇൻഡിഫറൻസ് കർവ് വരയ്ക്കുന്ന ആ ഒരു വീഡിയോ ക്ലാസ് നിങ്ങൾ ഓർക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്ന ഇൻഡിഫറൻസ് ഷെഡ്യൂൾ എന്തെന്ന് മാത്രമാണ്. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു സെൻറ്റൻസ് എഴുതാം. അടുത്തത് വാട്ട് ഡസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ മീൻ എന്നുള്ളതാണ്. ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇലാസ്റ്റിസിറ്റി ഓഫ് പ്രൈസ് നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഇപ്പോൾ ഇവിടെ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ഇത് മെഷേഴ്സ് ദ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് സപ്ലൈ ഫോർ എ കമ്മോഡിറ്റി ടു ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ് അല്ലേ. അപ്പോൾ പ്രൈസിലുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് ഒരു കമ്മോഡിറ്റിയുടെ സപ്ലൈയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറയുക. It refers to the extent to which the supply of the product increases or decreases as a result of change in its price. ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസിലുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് പ്രൈസ് കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ സപ്ലൈയിലുണ്ടാകുന്ന കൂടുതൽ കുറവ്, അതിനെയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈ ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അടുത്ത വാട്ട് യു മീൻ ബൈ പാരലൽ ഇക്കോണമി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാരലൽ ഇക്കോണമി ബേസ്ഡ് ഓൺ അൺഅക്കൗണ്ടഡ് മണി ഓഫ് ദി പീപ്പിൾ. ആളുകളുടെ കയ്യിലിരിക്കുന്ന കണക്കിൽപ്പെടാത്ത അത്തരത്തിലുള്ള പണത്തെയാണ് നമ്മൾ പാരലൽ ഇക്കോണമിയുടെ ഭാഗമായിട്ട് പറയുക. അതിനെ നമ്മൾ ബ്ലാക്ക് മണി എന്ന് വിളിക്കും അല്ലേ. ബ്ലാക്ക് മണി ഈസ് നത്തിങ് ബട്ട് മണി ജനറേറ്റ് ഇൻ ട്രാൻസാക്ഷൻസ് വിച്ച് ആർ ഹിഡൻ ഫ്രം ഗവൺമെൻറ് ഇൻ ഓർഡർ ടു അവോയ്ഡ് ടാക്സ്. ടാക്സ് കുറയ്ക്കുക അല്ലെങ്കിൽ ടാക്സ് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഗവൺമെൻറ്റിൽ ശ്രദ്ധയിൽപ്പെടുത്താതെ നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന പണമാണ് ബ്ലാക്ക് മണി എന്ന് പറയുന്നത്. പാരലൽ ഇക്കോണമി സിംപ്ലി മീൻസ് ഇക്കോണമി റൺ ബൈ ബ്ലാക്ക് മണി. ഈ ബ്ലാക്ക് മണി ഒക്കെ ഉൾപ്പെടുന്ന ആ ഒരു ഇക്കോണമിയാണ് നമ്മൾ പാരലൽ ഇക്കോണമി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഹിഡൻ എക്കോണമി ഓഫ് കൺട്രി. ഹിഡൻ എക്കോണമി എന്നാണ് വിളിക്കുക. കാരണം അത് ടാക്സബിൾ ആ ഒരു ഇൻകം ബ്രാക്കറ്റിലേക്ക് അല്ലെങ്കിൽ ടാക്സ് അതിൽ നിന്ന് കിട്ടുന്നില്ല അല്ലേ. ദിസ് ടൈപ്പ് ഓഫ് ഇക്കോണമി ഈസ് നോൺ ആസ് വേരിയസ് ടൈംസ്. അതിനെ ബ്ലാക്ക് മണി, ബ്ലാക്ക് ഇക്കോണമി എന്നും ഇല്ലീഗൽ ഇക്കോണമി എന്നും അൺഅക്കൗണ്ടഡ് ഇക്കോണമി അല്ലെങ്കിൽ ഷാഡോ ഇക്കോണമി എന്നെല്ലാം പാരലൽ ഇക്കോണമിയെ വിളിക്കുന്നുണ്ട്. അടുത്ത നമ്മൾ നോക്കുന്നത് വൈ ഈസ് കൺസ്യൂമർ ബിഹേവിയർ ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ്. കൺസ്യൂമർ ബിഹേവിയർ തിയറീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റഡി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ മാർക്കറ്റേഴ്സ് ആസ് ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ എക്സ്പെക്ടേഷൻ ഓഫ് ദി കൺസ്യൂമേഴ്സ്. അപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ മാർക്കറ്റിലുള്ള ബിഹേവിയർ, ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോഴും ഉപയോഗിക്കുമ്പോഴുള്ള ആ ഒരു ബിഹേവിയർ, കൺസ്യൂമർ ബിഹേവിയർ, അത്തരം കാര്യങ്ങളൊക്കെയുള്ള മനസ്സിലാകൽ എന്ന് പറയുന്നത് മാർക്കറ്റേഴ്സിന്, പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആണ്. കാരണം അതുവഴി അവർക്ക്
കൺസ്യൂമേഴ്സിൻ്റെ എക്സ്പെക്ടേഷൻ പ്രതീക്ഷകൾ എന്തുകൊണ്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് മേക്സ് എ കൺസ്യൂമർ ടു ബൈ എ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതിന് വേണ്ടി ഒരു കൺസ്യൂമറെ പ്രേരിപ്പിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മാർക്കറ്റേഴ്സ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഓഫ് കൺസ്യൂമേഴ്സ്. ആളുകളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആൻഡ് ഡിസൈൻ ബേസ് ദെയർ മാർക്കറ്റിംഗ് എഫോർട്ട്സ് ബേസ്ഡ് ഓൺ ദി ഫൈൻഡിങ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫൈൻഡിങ്സിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അവരുടെ പ്രൊഡക്റ്റുകൾ ഡിസൈൻ ചെയ്യാനും മാർക്കറ്റിംഗ് തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിക്കാനൊക്കെ ഇത് മാർക്കറ്റേഴ്സിനെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് കൺസ്യൂമർ ബിഹേവിയർ സ്റ്റഡി അല്ലെങ്കിൽ എന്ന് പറയുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത സ്റ്റേറ്റ് ദ റോൾ ഓഫ് WTO. WTOയുടെ റോളാണ് ചോദിച്ചിരിക്കുന്നത്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്. അപ്പോൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ഫംഗ്ഷൻസ് അത് നമുക്ക് വേണമെങ്കിൽ എഴുതാം. അഡ്മിനിസ്ട്രേറ്റിംഗ് ട്രേഡ് എഗ്രിമെൻറ്റ്സ്. ഇപ്പോൾ ട്രിപ്സ് പോലുള്ള ട്രേഡ് എഗ്രിമെൻറ്റുകൾ അതിൻ്റെ ഒരു മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള അത്തരം കരാറുകൾ പാലിക്കുന്നുണ്ട് ഉറപ്പുവരുത്തുക. അടുത്തത് ആക്ടിംഗ് ആസ് എ ഫോറം ഫോർ ട്രേഡ് നെഗോഷിയേഷൻസ്. അതായത് രാജ്യങ്ങൾ തമ്മിലുള്ള കച്ചവടമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളിൽ ഒരു ഫോറമായിട്ട് പ്രവർത്തിക്കുക. സെറ്റിലിംഗ് ദ ട്രേഡ് ഡിസ്പ്യൂട്ട്. തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കുക. റിവ്യൂവിംഗ് നാഷണൽ ട്രേഡ് പോളിസി. ഓരോ രാജ്യങ്ങളുടെയും ട്രേഡ് പോളിസി അതിൽ ആവശ്യമായിട്ടുള്ള വിലയിരുത്തലുകൾ നടത്തുക. ബിൽഡിംഗ് ദ ട്രേഡ് കപ്പാസിറ്റി ഓഫ് ഡെവലപ്പിംഗ് എക്കോണമീസ്. വികസ്വര രാജ്യങ്ങളുടെ ഡെവലപ്പിംഗ് എക്കോണമീസിൻ്റെയൊക്കെ ട്രേഡ് കപ്പാസിറ്റി അത് ബിൽഡപ്പ് ചെയ്യുക, കൂട്ടുക. കോപ്പറേറ്റിംഗ് വിത്ത് അതർ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ. മറ്റ് ഇതേ മേഖലയിൽ പ്രവർത്തിക്കുന്ന ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റ് ഓർഗനൈസേഷൻസുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്തരം റോളുകളൊക്കെയാണ് സാധാരണ WTO വേൾഡ് ഇക്കോണമിയിൽ അവർ വഹിക്കുന്നത്. അടുത്ത നമ്മൾ നോക്കുന്നത് ഡിഫറൻഷ്യേറ്റ് ഇൻഫീരിയർ ഗുഡ്സ് ആൻഡ് ഗിഫൺ ഗുഡ്സ് ആണ്. ഇൻഫീരിയർ ഗുഡ്സും ഗിഫൺ ഗുഡ്സും തമ്മിലുള്ള വ്യത്യാസം. ഗിഫൺ ഗുഡ്സ് ആർ ഗുഡ്സ് ഹൂഫ് ഡിമാൻഡ് ഇൻക്രീസസ് വിത്ത് ദി ഇൻക്രീസ് ഇൻ ഇറ്റ്സ് പ്രൈസ് ആൻഡ് വൈസ് വേഴ്സ. അപ്പോൾ ചില പ്രൊഡക്റ്റുകൾ അതിൻ്റെ വില കൂടുമ്പോൾ അത്തരം ഗുഡ്സിൻ്റെ ഡിമാൻഡും വർദ്ധിക്കും, ചില പ്രൈസുകൾ. അത്തരം ഗുഡ്സിനെയാണ് നമ്മൾ ഗിഫൺ ഗുഡ്സ് എന്ന് പറയുന്നത്, അല്ലേ? ഇവിടെ ആൻഡ് വൈസ് വേഴ്സ. ഓൺ കോൺട്രറി നമുക്ക് ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർ ദോസ് ഗുഡ്സ് ഹൂഫ് ഡിമാൻഡ് ഡിക്രീസസ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ കൺസ്യൂമേഴ്സ് ഇൻകം. അപ്പോൾ കൺസ്യൂമറുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ചില പ്രൊഡക്റ്റുകളുടെ ഡിമാൻഡ് കുറയുന്നു, അല്ലേ? ഡിക്രീസ് ചെയ്യുന്നു. ഇൻകം കൂടുമ്പോൾ ചില ഇൻഫീരിയർ ഗുഡ്സ്, അതായത് വില കുറഞ്ഞ ചില ഗുഡ്സുകളുടെയൊക്കെ ഇൻകം കുറയുന്നതിനും കാരണമാകുന്നു. അതാണ് ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത്. അടുത്തത് വാട്ട് ഈസ് മോണോപോളി ഇക്വിലിബ്രിയം എന്നുള്ളതാണ്. മോണോപോളി എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചറിൽ നമ്മൾ കണ്ടതാണ്. എ മോണോപോളിസ്റ്റ് ഫിക്സസ് ദ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഇൻ സച്ച് എ വാസ് ടു ഗെറ്റ് മാക്സിമം പ്രോഫിറ്റ്. അപ്പോൾ ഒരു മോണോപോളിസ്റ്റിന് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന ആ ഒരു പോയിന്റിലാണ് അയാൾ പ്രൈസും ഔട്ട്പുട്ട് ലെവലും ഫിക്സ് ചെയ്യുക. മോണോപോളിയിൽ പ്രൈസും ഔട്ട്പുട്ട് ലെവലും ഫിക്സ് ചെയ്യുന്നത് ഈ ഇക്വിലിബ്രിയം ഓർ ഏൺസ് മാക്സിമം പ്രോഫിറ്റ് ഓൺലി വെൻ. എപ്പോഴാണത്? MC = MR, അല്ലേ? മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂം ഈക്വൽ ആവുന്ന പോയിന്റ്. ബി സൈഡ്സ്. ഒപ്പം തന്നെ MC കർവ് ഷുഡ് കട്ട് MR കർവ് ഫ്രം ബിലോ. MC കർവ് MR കർവിനെ താഴെ നിന്ന് കട്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റിലാണ് പ്രൈസും ഔട്ട്പുട്ടും എല്ലാം തമ്മിൽ ഉള്ള ഇക്വിലിബ്രിയം വരുന്നത്, അല്ലേ? അപ്പോൾ മോണോപോളി ഇക്വിലിബ്രിയം ഇതാണ്. ദിസ് ഈസ് ദി ഇക്വിലിബ്രിയം പൊസിഷൻ ഓഫ് ദി മോണോപോളിസ്റ്റ്. അടുത്ത കിങ്ഡ് ഡിമാൻഡ് കർവ് എന്താണെന്നുള്ളതാണ്. ഒലിഗോപോളിയിൽ വാട്ട് യു മീൻ ബൈ കിങ്ഡ് ഡിമാൻഡ് കർവ്? കിങ്ഡ് ഡിമാൻഡ് കർവ് അല്ലെങ്കിൽ പ്രൈസ് റിജിഡിറ്റി മോഡൽ. എ കിങ്ഡ് ഡിമാൻഡ് കർവ് ഒക്കേഴ്സ് വെൻ ദ ഡിമാൻഡ് കർവ് ഈസ് നോട്ട് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഡിമാൻഡ് കർവ് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരാതെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കിങ്ക് വരുന്ന, ഒരു വളഞ്ഞ് വരുന്നതിനെയാണ് നമ്മൾ കിങ്ഡ് ഡിമാൻഡ് കർവ് എന്ന് പറയുക. ബട്ട് ഹാസ് എ ഡിഫറൻറ്റ് ഇലാസ്റ്റിസിറ്റി ഫോർ ഹയർ ആൻഡ് ലോവർ പ്രൈസസ്. അപ്പോൾ ഇവിടെ ലോവർ പ്രൈസിലും ഹയർ പ്രൈസസിലും ഡിഫറൻറ്റ് ഇലാസ്റ്റിസിറ്റി ഉള്ളതുകൊണ്ട് അതിന് ഒരു കിങ്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് കിങ്ക് ഡിമാൻഡ് കർവ് എന്നുള്ളത് ഉദ്ദേശിക്കുക, അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വളവ് അവിടെ ഉണ്ടാവും. ദ കിങ്ക് ഇൻ ഡിമാൻഡ് കർവ് ഒക്കേഴ്സ് ബിക്കോസ് റൈവൽ ഫേംസ് വിൽ ബിഹേവ് ഡിഫറൻ്റ്ലി ടു പ്രൈസ് കട്ട്സ് ആൻഡ് പ്രൈസ് ഇൻക്രീസ്. അപ്പോൾ നമ്മളോട് കോമ്പീറ്റ് ചെയ്യുന്ന മറ്റ് ഫേമുകൾ പ്രൈസ് കട്ട് ചെയ്യുമ്പോഴും പ്രൈസ് കൂടുമ്പോഴും അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഡിഫറൻ്റ് ആയിട്ടാണ് അവർ ബിഹേവ് ചെയ്യുക. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു കിങ്ക് വരിക. ദ കിങ്ക് ഡിമാൻഡ് കർവ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഒലിഗോപോളി. അപ്പോൾ എന്താണ് കിങ്ക് ഡിമാൻഡ് കർവ് എന്നും ഒലിഗോപോളി ബന്ധപ്പെട്ട വീഡിയോ ക്ലാസ്സിൽ കൂടുതൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടും ചിലപ്പോൾ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് പഠിച്ചു വയ്ക്കുക, എഴുതുക. അടുത്ത 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ റൈറ്റ് നോട്ട് ഓൺ ഗിഫൺ കമ്മോഡിറ്റി കേസ്. ഹിക്സിയൻ അപ്രോച്ച്. അപ്പോൾ ഹിക്സിയൻ അപ്രോച്ചിൽ നമ്മൾ നോർമൽ ഗുഡ്സിൻ്റെ കേസിലുള്ള ഒരു എഫക്റ്റ് മാത്രമാണ് നമ്മൾ ക്ലാസ് എടുത്തിരുന്നത്. അതിൽ കൂടാതെ നിങ്ങൾക്ക് ഗിഫൺ കമ്മോഡിറ്റി എന്ന് പറഞ്ഞുകൊണ്ടും ഇൻഫീരിയർ കമ്മോഡിറ്റി എന്ന് പറഞ്ഞുകൊണ്ടും തന്നിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അവസാനം ചെയ്യണം ഓർത്തിരുന്നാണ്, പക്ഷേ സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടെ ഏതായാലും കഴിഞ്ഞ വർഷം ചോദിച്ചിരിക്കുന്നത് ഗിഫൺ കമ്മോഡിറ്റി കേസാണ്. അപ്പോൾ നിങ്ങൾക്ക് ചോയ്സുകൾ ഉണ്ടാവും, അതനുസരിച്ച് നിങ്ങൾക്കത് വേണമെങ്കിൽ ഒഴിവാക്കിയിട്ട് അടുത്തത് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഗിഫൺ ഗുഡ്സ് എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഗിഫൺ ഗുഡ് ഈസ് ഗുഡ് ഡിമാൻഡ് ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഓഫ് ഇറ്റ്സ് പ്രൈസ് ആൻഡ് വൈസ് വേഴ്സ. അപ്പോൾ ഇവിടെ വില കൂടുന്നതനുസരിച്ച് ഡിമാൻഡ് കൂടുകയും വില കുറയുന്നതനുസരിച്ച് ഡിമാൻഡ് കുറയുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള ഗുഡ്സാണ് ഗിഫൺ ഗുഡ്സ് എന്ന് പറയുക. എ ഫാൾ ഇൻ പ്രൈസ് ലീഡ്സ് ടു എ റിഡക്ഷൻ ഇൻ ക്വാണ്ടിറ്റി പർച്ചേസ്ഡ്. വില കുറയുമ്പോൾ ക്വാണ്ടിറ്റി പർച്ചേസ്ഡ് കുറയുന്നു. ദസ് ഫോർ എ ഗിഫൺ ഗുഡ്സ് പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി പർച്ചേസ്ഡ് മൂവ് ഇൻ ദി സെയിം ഡയറക്ഷൻ.
അപ്പോൾ ഇവിടെ പ്രൈസും ക്വാണ്ടിറ്റി പർച്ചേസിനും സെയിം ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് അല്ലേ. അതായത് പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കൂടുന്നു, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കുറയുന്നു അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഗുഡ്സാണ് ഗിഫൺ ഗുഡ്സ്. ഇൻ ദി കേസ് ഓഫ് ഗിഫൺ ഗുഡ് ദി ഇൻകം എഫക്റ്റ് ഇൻ നെഗറ്റീവ്. ഇൻകം എഫക്റ്റ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അതായത് ദിസ് മീൻസ് ദാറ്റ് ദ കൺസ്യൂമർ ബൈസ് ലെസ് ഓഫ് ദിസ് ഗുഡ്സ് വിത്ത് ദി ഇൻക്രീസ് ഇൻ ഇറ്റ്സ് ഇൻകം. ഇൻകം കൂടുമ്പോൾ ഇത്തരത്തിലുള്ള ഗുഡ്സുകൾ കുറവ് മാത്രമേ ആളുകൾ വാങ്ങിക്കുകയുള്ളൂ. ആഫ് ദ പ്രൈസ് ഓഫ് എ ഗിഫൺ ഗുഡ് ഫോൾ ദ റിയൽ ഇൻകം ഓഫ് ദി കൺസ്യൂമർ ഇൻക്രീസ്. അതായത് ഗിഫൺ ഗുഡിൻ്റെ പ്രൈസ് കുറയുമ്പോൾ ശരിക്കും റിലേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള ഇൻകം അയാൾക്ക് കൂടുതലുണ്ടാവുന്നു അല്ലേ, ഇൻക്രീസ് ചെയ്യുന്നു. ഹവർ ഹി പർച്ചേസ് ലെസ് ഓഫ് ദിസ് ഗുഡ്സ്. അപ്പോൾ എങ്കിൽ പോലും അയാൾ ഈ ഗുഡ്സ് കുറച്ച് വാങ്ങിക്കുള്ളൂ, കാരണം അത് ഇൻഫീരിയർ ഗുഡ്സ് തന്നെയാണ് അല്ലേ. ബിക്കോസ് ഇറ്റ് ഈസ് ആൻ ഇൻഫീരിയർ ഗുഡ്, അതൊരു ഇൻഫീരിയർ ഗുഡ് തന്നെയാണ്. ദസ് ഇറ്റ് ഇൻകം എഫക്റ്റ് ഈസ് നെഗറ്റീവ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഇൻകം എഫക്റ്റ് അവിടെ നെഗറ്റീവ് എന്ന് പറയാം. ബട്ട് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഈസ് പോസിറ്റീവ്. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. കാരണം അയാൾ ഇതിൻ്റെ വില കുറയുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ അയാൾ കൂടുതൽ വാങ്ങിക്കുന്നു അല്ലേ. ഹി പർച്ചേസ് മോർ ഓഫ് ദിസ് ഗുഡ് ഡ്യൂ ടു സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ആസ് ഇറ്റ്സ് റിലേറ്റീവ് പ്രൈസ് ഫോൾസ്. ഇപ്പോൾ ഇവിടെ പ്രൈസ് കുറയുന്നത് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് പ്രകാരം അയാൾ കൂടുതൽ വാങ്ങിക്കുന്നു ഈ പ്രൊഡക്റ്റ്. ഹി പർച്ചേസ് മോർ ഓഫ് ദിസ് ഗുഡ് ഡ്യൂ ടു സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. ഇപ്പോൾ ഇൻകം എഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും അതിൻ്റെ ഒരു രണ്ടായിട്ട് പറയുന്നതിനാണ് നമ്മൾ ഹിക്സിയൻ അപ്രോച്ചിൽ പറയുന്നത് അല്ലേ. ദസ് ദ ഇൻകം എഫക്റ്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് വർക്ക് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇത് രണ്ട് എഫക്റ്റുകൾ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ഓർക്കേണ്ടത് ബട്ട് ദി ഇൻകം എഫക്റ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. ഇവിടെ ഹിക്സിയൻ അപ്രോച്ചിൽ ഗിഫൺ കമ്മോഡിറ്റിയുടെ കേസിൽ ഇൻകം എഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും ഉണ്ട്. പക്ഷേ ഇൻകം എഫക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോർ സ്ട്രോങ്ങർ ദാൻ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഇൻ കേസ് ഓഫ് ഗിഫൺ കമ്മോഡിറ്റി കേസ് അല്ലേ. അപ്പോൾ ആ കാര്യമാണ് നമ്മളിവിടെ സൂചിപ്പിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രാഫും അതൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഇതിനൊപ്പം തന്നെ നിങ്ങൾക്ക് വരച്ച് വയ്ക്കാം. അടുത്ത സ്റ്റേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ആണല്ലേ. ഇൻഡിഫറൻസ് കർവ് അനാലിസിസിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഒക്കെ നമ്മൾ നേരത്തെ കണ്ടിരുന്നതാണ്. ഹെൽപ്ഫുൾ ഇൻ പ്രൊഡക്റ്റ് ഫംഗ്ഷൻ, ഹെൽപ്ഫുൾ ഇൻ എക്സ്ചേഞ്ച്, യൂസ്ഫുൾ ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ്, യൂസ്ഫുൾ ഇൻ ടാക്സേഷൻ, യൂസ്ഫുൾ ഇൻ പബ്ലിക് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് സഹായിക്കുന്നുണ്ട്. അടുത്ത ഡിസ്കസ് ദ പ്രൈസ് ഡിറ്റർമിനേഷൻ അണ്ടർ മോണോപോളിയാണ്. മോണോപോളിയിൽ എങ്ങനെയാണ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുക അല്ലെങ്കിൽ ഇക്വിലിബ്രിയം വരിക അല്ലേ. നമ്മൾ ആദ്യം കണ്ടതാണ് ദ മോണോപോളി ഫേം റീച്ചസ് ഇറ്റ്സ് ഇക്വിലിബ്രിയം ഓർ ഏൺസ് മാക്സിമം പ്രോഫിറ്റ് ഓൺലി വെൻ ഇറ്റ്സ് മാർജിനൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു മാർജിനൽ റവന്യൂ. മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂവും ഈക്വൽ ആണ്. ഒപ്പം തന്നെ മാർജിനൽ കോസ്റ്റ് കർവ് ഷുഡ് കട്ട് MR കർവ് ഫ്രം ബിലോ. മാർജിനൽ കോസ്റ്റ് കർവ് മാർജിനൽ റവന്യൂ കർവിന് താഴെ നിന്ന് കട്ട് ചെയ്യുകയും ചെയ്യണം അല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഷോർട്ട് റൺ ഇക്വിലിബ്രിയം, ഷോർട്ട് റണ്ണിലേക്കുള്ള ഇക്വിലിബ്രിയം, ഒപ്പം തന്നെ ലോങ് റൺ ഇക്വിലിബ്രിയം രണ്ടും നമ്മൾ ക്ലാസ്സുകൾ 31ാമത്തെ ക്ലാസ്സിൽ ഷോർട്ട് റൺ ഇക്വിലിബ്രിയം, 32ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ലോങ് റൺ ഇക്വിലിബ്രിയം വന്നിട്ടുണ്ട്. അപ്പം ഏതെങ്കിലും ഒരു മാർക്കറ്റ് സ്ട്രക്ചറിൽ ഇതുപോലെയുള്ള ഏതെങ്കിലും ഒന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒന്ന് പഠിച്ചിട്ട് പോകാം കേട്ടോ. ഇനി വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഗവേണിംഗ് പ്രൈസസ്, പ്രൈസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഔട്ട് ഓഫ് ഫിലോഫാലുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് തന്നെ പറയാം. കോസ്റ്റ് ആൻഡ് എക്സ്പെൻസ്, ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റും എക്സ്പെൻസും, ആ പ്രൊഡക്റ്റിൻ്റെ സപ്ലൈയും ഡിമാൻഡും, കൺസ്യൂമർ പെർസെപ്ഷന്, കോമ്പറ്റീഷന്, അപ്പം അങ്ങനെ പല കാര്യങ്ങൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസിനെ നിശ്ചയിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് എഴുതാം. ദെൻ അടുത്തത് വാട്ട് ആർ ദി പ്രോബ്ലംസ് ഓഫ് ഗ്രോത്ത് ഇൻ ഇന്ത്യൻ എക്കോണമി. ഇന്ത്യൻ എക്കോണമിയിൽ വളർച്ചയുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് എന്തൊക്കെയായിരുന്നു. മേജർ ഇഷ്യൂസ് ഇൻ ഇന്ത്യൻ എക്കോണമി എന്ന് പറഞ്ഞുകൊണ്ട് 51ാമത്തെ ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുണ്ട്. ദെൻ അടുത്തത് എക്സ്പ്ലെയിൻ ദ മീനിങ് ആൻഡ് കോസസ് ഓഫ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞ ആ ഒരു 55ാമത്തെ ക്ലാസ്സിൽ അതിൻ്റെ മീനിങ് എന്താണെന്നും അതിൻ്റെ കോസസ്, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പഠിക്കുക. അടുത്തത് നമ്മൾ എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് MSME ഇൻ കേരള എക്കോണമിയാണ്. അത് നമ്മൾ 69ാമത്തെ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ റോളുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് നോക്കുക. അടുത്ത സ്റ്റേറ്റ് ദ ഫിനോമിന ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അണ്ടർ മോണോപോളി. മോണോപോളിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മോണോപോളിയിലാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആപ്ലിക്കബിൾ ആവുന്നത് അല്ലേ. പ്രൈസ് ഡിസ്ക്രിമിനേഷനെ കുറിച്ചാണ് വിവരിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ മീനിങ്ങും ടൈപ്സും ഡിഗ്രിയും കണ്ടീഷൻസും അത്തരം കാര്യങ്ങൾ പരമാവധി എഴുതി വയ്ക്കാം. ഇനി എക്സ്പ്ലെയിൻ ദ ഗ്രോത്ത് ഓഫ് ഇന്ത്യൻ എക്കോണമി അണ്ടർ WTO റെജീം. WTO റെജീമിന് കീഴിൽ ഇന്ത്യൻ എക്കോണമി, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരെണ്ണം. ദെൻ അടുത്തത് വാട്ട് ആർ ദി ഡിറ്റർമിനൻസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, അതിൻ്റെ ഡിറ്റർമിനൻസ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇലാസ്റ്റിസിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഈ 17ാമത്തെ ക്ലാസ്സിൽ ആ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ 1-2 പോയിന്റുകൾ വിട്ടുപോയത് നമ്മൾ അതിൻ്റെ അഡീഷണൽ ക്ലാസ്സായിട്ട് 17ാമത്തെ തന്നെ ഈ ക്ലാസ്സിൽ നമ്മൾക്ക് പ്ലേലിസ്റ്റ് നോക്കിയാൽ കാണാം. അതിൻ്റെ ഡിറ്റർമിനൻസ് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും ഇവിടെ ചോദിച്ചിട്ടുണ്ട് അല്ലേ. നോക്കുക. അടുത്തത് എ ടൂൾ ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഫോർവേഡ് പ്ലാനിങ്. എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജർ എക്കണോമിക്സ്. മാനേജർ എക്കണോമിക്സിൻ്റെ സിഗ്നിഫിക്കൻസ്, ഇമ്പോർട്ടൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡിസിഷൻ മേക്കിങ്ങിനെ ഫോർവേഡ് പ്ലാനിങ്ങിനൊക്കെ അത് സഹായിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ 2ാമത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ദെൻ വാട്ട് ഈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആൻഡ് ഓൾസോ സ്റ്റേറ്റ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് അല്ലേ.
അപ്പോൾ അത് ഒരു ചെറിയൊരു ഗ്രാഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കുക കേട്ടോ. പ്രൈസ് ഇലാസ്റ്റിസിറ്റിയും ഒപ്പം തന്നെ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ആ കാര്യങ്ങളും നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോവുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാം തന്നെ നമ്മൾ കവർ ചെയ്ത കാര്യങ്ങളാണ്. കുറച്ച് മാത്രമാണ് ഔട്ട് ഓഫ് സിലബസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് എല്ലാ എക്സാമിനും പ്രതീക്ഷിക്കാം വരുമെന്ന് തന്നെ. അങ്ങനെ വരുമ്പോൾ ഈ ചോയ്സിൻ്റെ ഗുണം, കൂടുതൽ ചോയ്സുകൾ നമുക്കുണ്ട്. അപ്പോൾ അത് നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല രീതിയിൽ എക്സാം എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇനിയും നമുക്ക് മറ്റ് സബ്ജക്റ്റുകളുമായിട്ട് വരും കാലങ്ങളിൽ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു.